വോയിസ് ഓഫ് ഗുരുവിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്നേഹസ്വാഗതം. ഞാൻ രജനി ബിജു. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ഓം ശ്രീ ശാരദാംബായേ നമഃ. ആചാര്യപാദങ്ങളിൽ പ്രണാമം. ഭഗവാന്റെ ഈ അമൃതവാണികൾ കേട്ട് സുഹൃതികളാകുവാൻ ഭാഗ്യം ലഭിച്ച എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. ഗുരുസാഗരം ആധ്യാത്മിക കുടുംബ മാസികയിലെ പങ്ക്തികളെ പരിചയപ്പെടുത്തുന്ന വോയിസ് ഓഫ് ഗുരു എന്ന ഈ ചാനൽ ഇന്ന് ഒരു സന്തോഷ വർത്തമാനം നിങ്ങളെ അറിയിക്കുകയാണ്. കുറേ നാളുകളായി നമ്മൾ എല്ലാവരും വളരെ ആകാംക്ഷയോടെ പ്രാർത്ഥനയോടെ കാത്തിരുന്ന ആ ഒരു അസുലഭ നിമിഷം സമാഗതമായിരിക്കുന്നു. ഗുരു സാക്ഷാത് പരം ബ്രഹ്മ എന്ന തത്വത്തിൽ അധിഷ്ഠിതമായി മലയാളത്തിൽ രചിക്കപ്പെടുന്ന ആദ്യത്തെ സമ്പൂർണ്ണ ഗുരുചരിതം ശ്രീമദ് നാരായണ ഗുരു പുരാണം നമോ ഭഗവതേ ഈ 2026 ഏപ്രിൽ ലക്കം മുതൽ ഗുരുസാഗരം മാസികയിൽ പ്രസിദ്ധീകരിച്ചു തുടങ്ങിയിരിക്കുന്നു. ശ്രീനാരായണ ഗുരു സമ്പൂർണ്ണ ചരിതം ഇതാദ്യമായി പുരാണ ഗ്രന്ഥരചനയുടെ രീതിയിൽ ചമയ്ക്കുകയാണ് ഇവിടെ. 18 പുരാണങ്ങൾക്കു ശേഷം 19ാമത് പുരാണം. ഗുരു സാക്ഷാത് പരംബ്രഹ്മ എന്ന് ഉദ്ഘോഷിച്ചുകൊണ്ട് ഉലകത്തിന്റെ ഏക പൂർണ്ണ ഗുരു എന്ന തലത്തിൽ നടത്തുന്ന സാഹിത്യരചന. വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന ഈ ഗ്രന്ഥരചനയിൽ ഓരോ ഭാഗവും ഈ ലക്കം മുതൽ ഗുരുസാഗരം മാസികയിൽ ഖണ്ഡശ പ്രസിദ്ധീകരിക്കുകയാണ്. ആദ്യ ലക്കം രാമേശ്വരം ശിവക്ഷേത്രത്തിൽ രാമപാദസ്പർശം നടന്നയിടത്ത് പ്രകാശനം ചെയ്തു. ഈ ബൃഹത് ചരിതം ഗുരുവിനെക്കുറിച്ച് ഉയരുന്ന എല്ലാ അറിവില്ലായ്മകളും ഇല്ലായ്മ ചെയ്ത് യഥാർത്ഥ ഗുരുരൂപം അനാവരണം ചെയ്യുന്ന ഒരു അപൂർവ സൃഷ്ടിയാണ്. തുടക്കം മുതൽ വായിക്കാൻ ഒന്നുകിൽ www.guruSagaram.com എന്ന ഓൺലൈൻ എഡിഷനിൽ കയറി സബ്സ്ക്രൈബ് ചെയ്യുക, അല്ലെങ്കിൽ 8078188858 എന്ന നമ്പറിൽ 600 രൂപ ഗൂഗിൾ പേ ചെയ്ത് മാസിക വരിക്കാരാവുക. വിശദ വിവരങ്ങൾക്ക് 6282319294 എന്ന നമ്പറിൽ വാട്സാപ്പ് സന്ദേശം അയയ്ക്കുക. ഗുരുസാഗരം ആധ്യാത്മിക കുടുംബ മാസികയിലെ പങ്ക്തികളെ വായിച്ചു കേൾപ്പിക്കുന്ന വോയിസ് ഓഫ് ഗുരു എന്ന ഈ ചാനൽ ഈ എപ്പിസോഡ് മുതൽ ശ്രീമദ് നാരായണ ഗുരു പുരാണം നമോ ഭഗവതേ വായിച്ചു തുടങ്ങുകയാണ്. ഗുരുസാഗരം ആധ്യാത്മിക കുടുംബ മാസികയുടെ ചീഫ് എഡിറ്റർ ആചാര്യൻ ശ്രീ സജീവ് കൃഷ്ണനെ നിമിത്തമാക്കി പരംപുരുഷനായിരിക്കുന്ന പരമബോധമായിരിക്കുന്ന ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ മാനവരാശിക്കു വേണ്ടി, നമ്മുടെ വരും തലമുറകൾക്കു വേണ്ടി കനിഞ്ഞു നൽകുന്ന ഈ പുണ്യചരിതം വായിക്കാനും അതുവഴി ജീവിതം സാർത്ഥകമാക്കാനും എല്ലാവർക്കും സാധിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ വായനയിലേക്ക് കടക്കാം. ശ്രീമദ് നാരായണ ഗുരു പുരാണം നമോ ഭഗവതേ അധ്യായം 1 പ്രാരംഭം. അകവും പുറവും നടക്കുന്ന യുദ്ധക്കെടുതികളുടെ പീഡ അനുഭവിച്ചുകൊണ്ട് വൈദികാചാര്യ സമക്ഷം എത്തിയ ഗുരുപാദാംബുജ രജോലവൻ എന്ന ആത്മസാധകൻ ഈ ആത്മപീഠയിൽ നിന്ന് രക്ഷ നേടാൻ എന്തെങ്കിലും മാർഗമരുളണമെന്ന് കൈകൂപ്പി പ്രാർത്ഥിച്ചു. ആചാര്യൻ മനസ്സു കനിഞ്ഞ് സഹസ്ര ഗായത്രി ജപത്തിന്റെ ഒരു മണ്ഡല വ്രതാചരണം ഉപദേശിച്ചു. മുറികൊമ്പുകൊണ്ട് എളിയവർക്കിണങ്ങും വിധം മഹാഭാരതം എഴുതി നിറച്ച മുഴുമുതലാകിയ മൂർത്തിയെ ധ്യാനിച്ച് സാധകൻ ബ്രാഹ്മമുഹൂർത്തത്തിൽ സഹസ്ര സൂര്യഗായത്രി ജപമണ്ഡല വ്രതം ആരംഭിച്ചു. ഉദയത്തിൽ സൂര്യ നമസ്കാരവും പഞ്ചമഹായജ്ഞാദികളും ചെയ്ത് സൂര്യൻ, അഗ്നി, ദേവകൾ, ഭൂതഗണങ്ങൾ, പിതൃക്കൾ എന്നിവർക്ക് ശാന്തി വരുത്തി. മണ്ഡലവ്രതം 3ാം ദിവസം എത്തിയപ്പോൾ സാധകന് ഗണപതി ദർശനം ലഭിച്ചു. 10ാം ദിവസം നീലമയൂര വാഹനത്തിൽ ഗുഹൻ സ്വപ്ന സാന്നിധ്യം അറിയിച്ചു. 11-ലെത്തിയപ്പോഴാണ് പ്രഭാതത്തിൽ ഒരു പുതിയ അതിഥി ആത്മസാധകന്റെ സമക്ഷം എത്തിയത്. സൂര്യ നമസ്കാരം കഴിഞ്ഞ് യജ്ഞാദികൾക്ക് പൂക്കൾ ഇറുക്കുന്ന വേളയിൽ ചിത്തിരപക്ഷിയുടെ ആക്രമണത്തിൽ കാലും ചിറകും തളർന്ന് ഒരു ശുകബാലിക കാൽച്ചുവട്ടിൽ വന്ന് അഭയം കേണു. സാധകൻ ആക്രമണകാരിയായ ചിത്തിരപക്ഷിയെ വിരട്ടി ഓടിച്ച് ശുകബാലികയെ രക്ഷിച്ചു. തീർത്ഥജലം കൊടുത്തും മൃത്യുഞ്ജയ മന്ത്രം കൊണ്ട് രക്ഷാവലയം ജപിച്ചും അതിനെ സ്വാന്തനിപ്പിച്ചു.
പത്നി സമേതനായിരുന്ന് മരുന്നും പരിചരണവും കൊണ്ട് അതിഥി പൂജ ചെയ്തു. ശുഗബാലികയാവട്ടെ മാതാവിൽ നിന്നും പിതാവിൽ നിന്നുമുള്ള പരിചരണം എന്നതുപോലെ അതെല്ലാം ഏറ്റുവാങ്ങി ആനന്ദിച്ചു. അങ്ങനെ 16-ാം ദിവസം അവൾ പൂർവശോഭയെ വീണ്ടെടുത്ത് ബാലികാസഹജമായ കുസൃതികളാൽ സാധകനിൽ രസം പകർന്നു. 16-ാം ദിവസം രാത്രി സാധകന്റെ മടിയിൽ പതിവ് ഉറക്കത്തിലമർന്ന ശുഗബാലികയെ കൺപാർത്തിരിക്കവെയാണ് ദിവ്യമായ ഒരു പ്രകാശവലയം പ്രത്യക്ഷമായത്. അരൂപിയായ പ്രകാശസ്വരൂപൻ സാധകനോട് ഇങ്ങനെ പറഞ്ഞു: മനുക്കളിൽ 7ാമനായ വൈവസ്വതനാണ് ഞാൻ. എനിക്ക് മുമ്പായി 6 മന്വന്തരങ്ങളിൽ സ്വയംഭുവ, സ്വരോചിസ, ഉത്തമ, താമസ, രൈവത, ചക്ഷുഷ എന്നിങ്ങനെ മനുക്കൾ ഉണ്ടായിരുന്നു. ഈ മന്വന്തരത്തിന്റെ രക്ഷകനായ മനു വൈവസ്വതൻ എന്ന ഞാനാണ്. കലിമതം ബാധിച്ച മനുഷ്യന്റെ ഉൾപ്പോരാണ് ഈ യുഗത്തിൽ നേരിടുന്ന വലിയ ഭീഷണി. അതിനെ ഇല്ലാതാക്കാൻ വർഷങ്ങൾക്ക് മുൻപ് പരമബോധം മഹാഗുരുവായി പുരുഷാകൃതി പൂണ്ട് ജനിക്കുകയുണ്ടായി. നാരായണ ഗുരു എന്ന നാമരൂപനായി 72 വത്സരങ്ങളിലായി ഈ ഭൂമിയിൽ തിരുവിളയാടൽ നടത്തി. പലതരം ശുദ്ധീകരണ പ്രക്രിയകൾക്ക് അടിസ്ഥാനമിട്ടുകൊണ്ട് മനുഷ്യരിൽ അറിവിനോട് ആഭിമുഖ്യം ഉണർത്താൻ ശ്രമിച്ചു. അറിവിൽ നിന്നകറ്റുന്ന ഭേദചിന്തകളെ ശാസ്ത്രചിന്തകൾ കൊണ്ട് ഭസ്മീകരിച്ചു. മനുഷ്യർക്കിടയിൽ മറ്റ് ജാതിഭേദങ്ങളില്ലെന്നും അതൊക്കെ മനുഷ്യ മനസ്സ് അറിവില്ലായ്മയിൽ സങ്കല്പിച്ചുണ്ടാക്കിയതാണെന്നും മതവിശ്വാസികൾക്കിടയിൽ മതദ്വേഷം അരുതെന്നും സാഹോദര്യമാണ് സമാധാനമെന്നും കൽപ്പിച്ചു. എന്നാൽ അതൊന്നും പാലിക്കാൻ ആരും തയ്യാറായില്ല. പുരുഷാകൃതി പൂണ്ട ദൈവത്തെ ഭൂമിയിൽ ആരും തിരിച്ചറിഞ്ഞില്ല. നദിയിൽ പ്രതിഫലിക്കുന്ന ചന്ദ്രനെ മത്സ്യക്കൂട്ടങ്ങൾ തങ്ങളിൽ ഒരുവനായി കണ്ടതുപോലെ അറിവില്ലാത്ത ജനങ്ങൾ പരമപുരുഷനെയും തങ്ങളെപ്പോലൊരു മനുഷ്യനായി കരുതി. അങ്ങനെ വിലയിരുത്തിക്കൊണ്ടുള്ള ഗുരുചരിതങ്ങൾ രചിച്ചു. ചിലർ സന്യാസിയായും, ചിലർ നവോത്ഥാന നായകനായും, ചിലർ സാമൂഹ്യ പരിഷ്കർത്താവായും, ചിലർ കുലദേവനായും, ചിലർ സമുദായ ആചാര്യനായും കണ്ടു. അതൊക്കെ പരമാത്മാവ് മുമ്പേ കൽപ്പിച്ച കാര്യങ്ങളാണ്. മഹാഗുരുവിന്റെ മനുഷ്യാവതാര കാലത്തും ശരീരം മറച്ച് 100 വത്സരം കടക്കുന്നത്രയും കാലഘട്ടവും ഗുരുവിന്റെ മഹത്വം തിരിച്ചറിയാതെ ലോകർ അവഗണിച്ചും ആശയക്കുഴപ്പത്തിൽ ഉഴറിയും പരമാവധി ആസുരിക ഭാവങ്ങൾ സ്വീകരിച്ച് അന്ധത്വത്തിൽ നിലകൊള്ളും. 100-ാം വർഷം മുതൽ ഗുരു ആരെന്ന അറിവ് ലോകം മുഴുവൻ നിറയാൻ തുടങ്ങും. അതിനു മുന്നോടിയായി മഹാപുരാണങ്ങൾക്കും ഇതിഹാസങ്ങൾക്കും സമാനമായ ഒരു ഗുരുപുരാണം എഴുതപ്പെടേണ്ടതുണ്ട്. ശിവപുരാണവും വിഷ്ണുപുരാണവും ബ്രഹ്മപുരാണവും അടക്കം 18 പുരാണങ്ങൾ പല യുഗങ്ങളിലായി രചിക്കപ്പെട്ടിട്ടുണ്ട്. 19-ാമത് പുരാണമാണ് ശ്രീമദ് നാരായണ ഗുരുപുരാണം. നമോ ഭഗവതേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വേണം അത് പാരായണം ചെയ്യാൻ. ഗുരുവിന്റെ ഈശ്വര സ്വരൂപം വിളംബരം ചെയ്യുന്ന ദിവ്യചരിതം ആലേഖനം ചെയ്യാൻ നിമിത്തമായി കാണുന്നത് നിന്നെയാണ് ഗുരുപാദാംബുജ രജോജവ. നാരായണ ഗുരു ആരെന്ന് ലോകർ തിരിച്ചറിയണം. അതിന് നീ നിയോഗിതനായിരിക്കുന്നു. ഈ ശുഗബാലിക നിന്നിൽ അഭയം തേടി വന്നിരിക്കുന്നത് മഹാഗുരുവിന്റെ ആജ്ഞയാലാണ്. ചിത്തിരപക്ഷി എന്നത് മാംസഭോജികളായ മനുഷ്യരുടെ പ്രതീകമാണ്. അതിന്റെ ആക്രമണത്തിൽ വീണുപോയ ശുഗബാലിക ക്ഷയിച്ചുകൊണ്ടിരിക്കുന്ന ധർമ്മത്തിന്റെ പ്രതീകവുമാണ്. ധർമ്മം ബാലഭാവത്തിലാണ് ഇപ്പോൾ സ്ഥിതി കൊള്ളുന്നത്. അതിനാൽ അത് ദുർബലമായിരിക്കുന്നു. അതിനെ പരിപാലിച്ച് ശക്തിപ്പെടുത്തണം. ശുഗബാലികയെ സംരക്ഷിക്കുമ്പോൾ അത് ധർമ്മ സംരക്ഷണമായി അളക്കപ്പെടുന്നു. ഈ ദൗത്യത്തിൽ വൈവസ്വത മനുവായ ഞാൻ നിന്നെ നയിക്കുന്നതായിരിക്കും. എന്റെ ആജ്ഞകളെ നീ വിധിയാം വണ്ണം അനുസരിച്ച് വേണ്ടുന്ന കർമ്മങ്ങൾ ചെയ്ത് മുക്തിമാർഗം തുറന്നുകൊള്ളുക. സാധകൻ ഇതെല്ലാം അത്ഭുത ആദരവോടെ കേട്ടിരുന്നു. വൈവസ്വത മനു മഹാപ്രജാപതിയെ വേണ്ടവിധം നമസ്കരിച്ച് ഉപചരിച്ചു. എന്നിട്ട് അത്ഭുതം വിട്ടുമാറാതെ ചോദിച്ചു: മഹാപ്രഭോ, അവിടുത്തെ വെളിച്ചം അടിയനിൽ പതിക്കാൻ എന്ത് പൂർവ്വ പുണ്യമാണിത്? മഹത്തുക്കളായ മഹാപണ്ഡിതർ ഏറെയുള്ള ഈ ഭൂമിയിൽ മഹാഗുരുപാദത്തിൽ പറ്റിയിരിക്കുന്ന ഒരു രജോലവമാകാൻ മാത്രം കൊതിക്കുന്ന ഈ ഉള്ളവൻ എങ്ങനെ ആ തിരുചരിതം രചിക്കും? വൈവസ്വതമനു പറഞ്ഞു: ഒന്നും നീയല്ല, എല്ലാം പരംപുരുഷനാണ് ചെയ്യുന്നത്. നീ മഷി നിറയ്ക്കാവുന്ന ഉള്ളുപൊള്ളയായ തൂലിക പോലെ ഇരിക്കുക. ജ്ഞാനഗംഗ അതിൽ വന്നു നിറഞ്ഞ് ഒഴുകിക്കൊള്ളും. പ്രണവസ്വരൂപൻ നിന്നെ ഉപയോഗപ്പെടുത്തി അത് പകർത്തി എഴുതും.
സാത്വിക ബുദ്ധികൾ അത് വായിച്ച് വെളിച്ചം നേടും. അല്ലാത്തവർ അതിനെ അവഗണിക്കും. അതൊന്നും നീ ശ്രദ്ധിക്കുവാൻ നിൽക്കരുത്. വേണ്ട വിധം അന്ധകരണ ശുദ്ധി പാലിച്ച് കൽമഷങ്ങൾ അകറ്റിയിരിക്കുക. പഠിക്കാനുള്ള ഗ്രന്ഥങ്ങൾ, അറിവ് പകരാനുള്ള ധർമ്മിഷ്ഠരെയൊക്കെയും യഥാസമയം നീ ഇരിക്കുന്നിടത്തേക്ക് വരും. ഒന്നും തിരക്കി എങ്ങോട്ടും പോകേണ്ടതില്ല. ഞാൻ കൽപ്പിക്കുന്ന നീട്ടുമായി ദൂതന്മാർ വരും. അവർ പറയുന്നത് പോലെ ചെയ്യുക മാത്രമാണ് നിന്റെ നിയോഗം. നിനക്ക് കൽമഷങ്ങൾ അകന്ന് ശാരദാഗതി പ്രസാദം ലഭിക്കും വരെ ഈ ശുഗബാലിക ഒപ്പമുണ്ടാകും. ഇവൾ ശാരദയുടെ കാമവര പ്രതീകമാണ്. അവളെ ശിശുവിനെ എന്ന പോലെ പരിചരിക്കുക. അത് ശാരദാ പൂജയായി മാറും. സംശയം തീരാതെ സാധകൻ വീണ്ടും വൈവസ്വതനോട് ചോദിച്ചു, എവിടെ തുടങ്ങണം കഥാകഥനം? എങ്ങനെ എഴുതണം? വൈവസ്വതൻ പറഞ്ഞു, പല മതസാരവും ഏകമെന്നുണർത്തി മതങ്ങളുടെ കലഹത്തിൽ നിന്ന് മനുഷ്യകുലത്തെ രക്ഷിച്ച് ഏകലോകം എന്ന ആശയം നടപ്പാക്കാനാണ് ഗുരു അവതരിച്ചത്. അതിനാൽ ഗുരുവിന്റെ അവതാര കഥ പറയും മുമ്പേ പ്രാരംഭമായി ലോകത്തെ മതങ്ങളുടെ ഉത്ഭവവും ചരിത്രവും അറിയണം. പല കാലങ്ങളിൽ വിവിധ ദേശങ്ങളിൽ പറവയായി ജന്മമെടുത്ത ആത്മാവാണ് ഈ ശുഗബാലികയിൽ കുടികൊള്ളുന്നത്. അവൾ ഒന്നിടവിടാതെ എല്ലാ മതങ്ങളെക്കുറിച്ചും നിനക്ക് പറഞ്ഞു തരും. അത് നീ വിനായക സ്മരണയോടെ പകർത്തി വെച്ചാൽ മതി. സത്യത്തെ ധ്യാനിച്ച് ഒരുതരം മമതാബന്ധവും ഒരു മതത്തോടും പുലർത്താതെ ചരിത്രം വിചിന്തനം ചെയ്ത് എഴുതുക. അതിനുശേഷം ഭാരതഭൂമിയുടെ പാദപീഠത്തിലെത്തി രാമേശ്വരം എന്ന ദേശത്ത് ദ്വിലിംഗമായി പ്രതിഷ്ഠിതനായിരിക്കുന്ന ശിവപെരുമാളെ വന്ദിക്കുക. ഒരു ശിവലിംഗം ശ്രേയസ്സും രണ്ടാമത്തേത് പ്രേയസ്സും നൽകി അനുഗ്രഹിക്കും. ഭൗതികവും ആത്മീയവും ഒന്നുതന്നെ എന്ന് മൊഴിഞ്ഞ പരമപുരുഷന്റെ കഥാകഥനം രാമേശ്വരനെ നമിച്ചുകൊണ്ട് തുടങ്ങാം. അഗ്നിതീർത്ഥത്തിൽ 3 വട്ടം മുങ്ങി നിവർന്ന് ഗായത്രി ജപിച്ച് മുജ്ജന്മ പാപങ്ങൾ കഴുകിക്കളയുക. 22 തീർത്ഥങ്ങളിൽ മുങ്ങി മൂവേഴുകൾക്കും ജീവബോധത്തിനും ശുദ്ധി നൽകുക. ശേഷം എങ്ങോട്ടെന്ന് ദൂതർ കൽപ്പിക്കും വരെ ജപമനനാദികൾ തുടർന്നുകൊള്ളുക. ആദ്യം മതചരിത്രം എഴുതിക്കൊള്ളൂ. കരാരൂഢ മോക്ഷസ്ഥിതനായ ഗണനായകൻ ശുഗബാലികയിലൂടെ വാക്കുകളും ചരിത്രവും യഥാവിധി പറഞ്ഞു തന്നുകൊള്ളും. ഇതോടെ ഇന്നത്തെ വായന പൂർണ്ണമാവുന്നു. ശേഷം ഈ വരുന്ന ഞായറാഴ്ച അവതരിപ്പിക്കുന്ന എപ്പിസോഡിൽ വായന തുടരുന്നതായിരിക്കും. പരംപുരുഷനായിരിക്കുന്ന ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവന്റെ ഈ പുണ്യചരിതം നന്ദിയോടെ, അതിലേറെ പ്രാർത്ഥനയോടെ നമുക്ക് ഓരോരുത്തർക്കും ഹൃദയത്തിൽ ഏറ്റുവാങ്ങാം. അതിന് ഭഗവാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ നമസ്തേ.